നമസ്കാരം. പവനായിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തല്ലോ. അപ്പം വളരെ ചിലവ് കുറഞ്ഞ് വളരെ ടേസ്റ്റിയായിട്ട് വളരെ സോഫ്റ്റായിട്ട് ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഒരു പാക്കറ്റിന് 30 രൂപ വിലയേ ഉള്ളൂ. ഞാൻ അതിലെ 3.5 പാക്കറ്റേ എടുക്കുന്നുള്ളൂ. ഇതിൽ നമ്മൾ പാല് മിക്സ് ചെയ്യുന്നത് കൊണ്ട് അഥവാ ഇച്ചിരി വെള്ളം കൂടിപ്പോയാൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 പാക്കറ്റ് മാറ്റി വയ്ക്കണം. 3.5 പാക്കറ്റ് മതി. ഇനി നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാല്. ഇത് തിളപ്പിച്ച പാലാണ്. പിന്നെ വേണ്ടത് ബട്ടർ പേപ്പർ. നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ ചുവട്ടിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ബട്ടർ പേപ്പർ. ഇതൊരു ഷീറ്റിന് 3 രൂപയേ ഉള്ളൂ. അതോടൊപ്പം 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്ര മാത്രം മതി. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ ബിസ്ക്കറ്റിൻ്റെ അകത്തെ ഈ വെള്ള ക്രീം നമ്മൾ ഒരു സ്പൂണിൻ്റെ ചുവട് കൊണ്ടോ കത്തി കൊണ്ടോ ഇത് ചുരണ്ടിങ്ങ് മാറ്റുക. അങ്ങനെ നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ മൊത്തവും അകത്തെ ഈ വെള്ള ക്രീം നമ്മളിങ്ങനെ ചുരണ്ടി മാറ്റുക. വേണമെങ്കിൽ പിന്നീട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. മധുരം കൂടുതലായിട്ട് വേണ്ടവർക്ക് ഈ ക്രീം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബിസ്ക്കറ്റിനകത്തെ ഈ ക്രീം എല്ലാം എടുത്തതിന് ശേഷം ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാനുള്ളതാണ്. പൊടിച്ച് പൗഡർ ആക്കാനെ കൊണ്ടുള്ളതാണ് ഈ ബിസ്ക്കറ്റ്. നമ്മളിപ്പം പൂർണ്ണമായിട്ട് ഈ ക്രീം എടുത്തിരിക്കുകയാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ ഇത് കൈകൊണ്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് പൗഡറായി കിട്ടുകയും ചെയ്യും. ഒരു ശകലവും തരി ഉണ്ടാവരുത്. തരി ഇല്ലാത്ത രീതിയിൽ നല്ല പൗഡറായിട്ട് തന്നെ നമ്മൾ ഇത് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. നല്ല രീതിയിൽ ഒരു ശകലവും തരിയില്ലാതെ നല്ല പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഒരു പിടിയുള്ള പാത്രത്തിലേക്ക്. കാരണം നമുക്ക് ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു പിടിയുള്ള പാത്രത്തിലേക്ക് മാറ്റിയത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് ഇത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. കാരണം ബേക്കിംഗ് സോഡ ചെറിയ തരിയായിട്ട് കിടക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഈ ബിസ്ക്കറ്റ് പൗഡറിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബേക്കിംഗ് സോഡ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഈ പാല് ഇതിലേക്ക് ഒഴിക്കാൻ. ഇത് 1/2 ലിറ്റർ പാലുണ്ട്. ഇത് ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല. ഇത് കുറുകുന്നതിൻ്റെ നോക്കിയിട്ട് ബാക്കി ഒഴിക്കുകയുള്ളൂ. നമുക്ക് നല്ലതുപോലെ കുറുകിയിരിക്കണം കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ പാകത്തിന് ഒഴിച്ച്, അഥവാ ഇച്ചിരി കുറഞ്ഞു പോയാലും നമുക്ക് ഒഴിച്ചു കൊടുക്കരുത്. അതുകൊണ്ട് അതിൻ്റെ അനുസരിച്ച് പാലൊഴിച്ച് ഇത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. നല്ല കുഴമ്പ് രൂപത്തിലാകണം. ഇതിപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് കണ്ടില്ലേ, നല്ല കുറുകിയിരിക്കുന്ന രീതിയിൽ നല്ലതുപോലെ നമ്മളിതിപ്പം മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് കോരി ഒഴിക്കുമ്പം തവിയെന്ന് നല്ല ഇതായിട്ട് വീഴണം. ആ ഒരു രീതിക്ക് നമ്മൾ ഇപ്പം മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് കണ്ട ഈ രീതിക്ക് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. ഇനിയും ഒരു തവ അടുപ്പിലേക്ക് വെക്കുക. അടുപ്പിലേക്ക് വെച്ച് ലോ ഫ്ലെയിമിലാണ് ഇത് വെന്തെടുക്കേണ്ടത്. അപ്പം ഒരു തവ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ചെറിയ പാത്രം, കേക്കിന് വേണ്ടിയിട്ടുള്ള പാത്രം, അതിൻ്റെ ഉള്ളിലേക്ക് ഒരല്പം നെയ്യ്, കുക്കിംഗ് ഓയിലായാലും മതി, ഈ കേക്കിന് ഒഴിക്കാനുള്ള പാത്രത്തിൻ്റെ അടിയിലേക്ക് ഒഴിച്ച് ഇതൊന്ന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം നെയ്യ് പുരട്ടിയ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ പാത്രത്തിൻ്റെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ബട്ടർ പേപ്പർ. ഈ ബട്ടർ പേപ്പർ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കണം. കാരണം ഇത് പാത്രത്തിൻ്റെ ചുവട്ടിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബട്ടർ പേപ്പർ വയ്ക്കുന്നത്. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തേക്കുന്ന ആ ബിസ്ക്കറ്റിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് നല്ലൊരു മൂടി വെച്ച് ഇതൊരു 45-50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം. ഒരു 45 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് കുത്തി നോക്കണം. ഇത് വെന്തിട്ടില്ലെങ്കിൽ ഈ കമ്പിയിൽ ഉണ്ടാവും.
ഇതിപ്പം വെന്തിരിക്കുകയാണ്. അപ്പം നമുക്കിനി ഇത് വാങ്ങി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് കമത്തി വെച്ചിട്ട് ഇതിൻ്റെ ചെവിട്ടിലും തട്ടി കൊടുക്കുക. അപ്പം നമ്മുടെ കേക്ക് അതേപോലെ തന്നെ ഈ പ്ലേറ്റിലേക്ക് വീഴും. ഇനി നമുക്ക് ഇതിൻ്റെ ചെവിട്ടിലെ ഈ ബട്ടർ പേപ്പർ മെല്ലെ ഒന്ന് ഇളക്കി എടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഓരോ സുഹൃത്തുക്കളും എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്ത് പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റാണ്. ഇങ്ങനെ ബിസ്ക്കറ്റിൽ ഉണ്ടാക്കുന്ന കേക്ക് വളരെ സോഫ്റ്റായിരിക്കും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ചിലവ് കുറവാണ്. ക്രിസ്മസ് ഒക്കെ ആണല്ലോ. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പരമാവധി സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.